ഞാൻ മാങ്ങ കഴിക്കണം. ഒറ്റയ്ക്കൊരു പെണ്ണ് വിധവയായിട്ട് ജീവിച്ചാലോ, ഹസ്ബൻഡ് ഗൾഫിലുള്ള ഭാര്യമാരോടോ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനോടൊക്കെ പകൽമാന്യന്മാർ കുറേ പേരുണ്ടാവും. ഇവരൊക്കെ ശല്യം ചെയ്യുന്ന അവർക്കേ അറിയുള്ളൂ. പുറത്താരോടെയും പറഞ്ഞു കഴിഞ്ഞാലോ അതും പെണ്ണിന് തന്നെ അപവാദങ്ങൾ. മനസ്സിലായോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുകയില്ല. കാരണം അത്രയ്ക്ക് പകൽമാന്യന്മാരായിരിക്കും. പ്രായമൊന്നുമില്ല, ഒന്നുമില്ലാത്ത കുറേ ആണുങ്ങളുണ്ട്. നല്ല ആണുങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. അങ്ങനത്തെ തെണ്ടികളുണ്ട്. മനസ്സിലായോ? പെണ്ണുങ്ങളെ വന്ന് തട്ടലും മുട്ടലും വന്ന് തട്ടിയും മുട്ടിയൊക്കെ നോക്കുന്ന കുറേ തെണ്ടികളുണ്ട്. പുറത്ത് പറഞ്ഞാലോട്ട് ആരും വിശ്വസിക്കില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോണ്ടല്ലോ, യവന്മാർ തെളിവ് സഹിതം എടുത്തു വയ്ക്കണം നിങ്ങൾ. എന്നിട്ടത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുക, അല്ലെങ്കിൽ ആ നാട്ടിലെ എല്ലാവരെയും അങ്ങ് അറിയിക്കുക. ഇവൻ്റെയൊക്കെ മുടികളുണ്ടല്ലോ വലിച്ചങ്ങ് കീറി പുറത്തിറക്കണം. നിങ്ങളെ അങ്ങനെ അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ പിടിച്ച് നല്ല താറുമാറാക്കി കൊടുക്കണം. നമ്മൾ പെണ്ണുങ്ങളുണ്ടല്ലോ സൈലൻ്റായിട്ടിരിക്കരുത്. സൈലൻ്റായിട്ടിരുന്നാൽ നമ്മളെ വീണ്ടും വീണ്ടും സൈലൻറ്റിൻ്റെ അർത്ഥം അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുക? എസ് എന്നാണ് അവരുടെ ഉദ്ദേശം. നമ്മൾ സൈലൻ്റായിട്ടിരുന്നാൽ പ്രതികരണ ശേഷി ഉണ്ടെങ്കിൽ അവർ ഓടും. എല്ലാവർക്കും പ്രതികരണ ശേഷി വരണം. നമ്മൾ ആരുടെയും കീഴിലല്ല ജീവിക്കുന്നത്, നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നതാണ്. മനസ്സിലായോ? ഈ മുട്ടാൻ വരുന്നവൻ്റെ പൈസയ്ക്കല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ തട്ടലും മുട്ടലും വീട്ടിലെന്ന അപവാദം പറച്ചിൽ ആരും ഭാര്യമാരില്ലെങ്കിൽ ഓരോ ഹെൽപ്പിന് ചോദിക്കുമ്പോൾ ഓരോ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാരുടെ വക വേറെ കുറേ തട്ടലും മുട്ടലും പിടിക്കലും ഉണ്ടാവാം. അതൊക്കെ നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം. ഒരു ഹെൽപ്പ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ നെഗറ്റീവായിട്ട് അവർ കണ്ടേക്കുന്നത് ആ ഹെൽപ്പിന് പകരം പെണ്ണിൻ്റെ ബോഡിയാണ് അവർ നോക്കി വെക്കുന്നത്. ഒരു ഹെൽപ്പ് ചെയ്തു, നാളെ മുതൽ അവളെ കുത്തിയിരുന്ന് വിളിക്കാമെന്ന്. ഇതാണ് അവരുദ്ദേശിച്ചേക്കുന്നത്. നിങ്ങളൊരു പെണ്ണിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യത്തിന് നിൽക്കരുത്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഞാൻ ആ ഒരു പെണ്ണിനെ ഹെൽപ്പ് ചെയ്തു, ഇതിന് എനിക്ക് പകരം ദൈവം തന്നോളും, ആ പൈസ തിരിച്ചു കിട്ടുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ ചെയ്യേണ്ടാവും. പറ്റുമെങ്കിൽ നിങ്ങൾ വേറെ ആരുടെയും പഞ്ചായത്തിലോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ എന്തെങ്കിലും അങ്ങ് കൊടുത്ത് ഹെൽപ്പ് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് അത്ര ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ കെട്ടിയേക്ക്. വിധവയായിട്ട് നിൽക്കുന്ന ഒരാളെ നട്ടലുള്ളവനാണെങ്കിൽ ഏജും കാര്യങ്ങളും നോക്കാതെ കെട്ടുക. എന്തിനാണ് കെട്ടാണ്ടിരിക്കുന്നത്? അല്ലാണ്ട് ഈ തട്ടലും മുട്ടലും നടത്തിയിട്ട് എന്താവശ്യമാണ്? പാവം പിടിച്ച പെണ്ണുങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയില്ല, പലർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നുണ്ട് 50% പെണ്ണുങ്ങളും പ്രതികരിക്കാനും 50 അല്ല 70-80% പെണ്ണുങ്ങൾ പേടിയാണ്. പഠിച്ചിട്ടുണ്ടെങ്കിൽ ശരി, അവർക്ക് അയ്യോ ആരെങ്കിലും അറിഞ്ഞാൽ എന്താ വിചാരിക്കും, അവരെ നമ്മളെ പറയുള്ളൂ എന്നേ പറയുള്ളൂ. സത്യമാണ്. പെണ്ണുങ്ങൾ പോലും സപ്പോർട്ട് ചെയ്യില്ല. അവൾ ചിരിച്ചിട്ടായിരിക്കും എന്നേ പറയുള്ളൂ. അവൾ എന്ത് ചിരിച്ചിട്ടാണ്? ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും വീണ്ടും പെണ്ണിനെ അപ്രോച്ച് ചെയ്യുക. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ തെളിവ് സഹിതം വെച്ചേക്കണം കേട്ടോ. അവന്മാരുടെ മോമുടികളൊക്കെ തെളിവ് സഹിതം വെച്ചേക്കണം. വലിച്ചു കീറി അങ്ങ് പുറത്തിട്ട് കൊടുക്കണം. നല്ല പ്രതികരിക്കുകയും വേണം. മനസ്സിലായോ? തെളിവ് സഹിതം കിട്ടിയാലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ തെളിവുകൾ വേണം. ഇങ്ങനെ പറയുന്ന തെളിവുകൾ കയ്യിൽ കൊണ്ടുവരുത്തിയൊക്കെ വേണം. പിന്നെ കൊടുക്കേണ്ട നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാം, എനിക്കൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. യെസ് ഓർ നോ പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നോ തന്നെ പറയുക. ഒരുത്തൻ്റെയും കീഴിലല്ല നിങ്ങൾ ജീവിക്കുക എന്ന് ഓർക്കുക. ഒരുത്തനും തന്നിട്ടല്ല നിങ്ങൾ ജീവിക്കുക എന്ന് ഓർക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളോടാണ് പറയുന്നത് കേട്ടോ. ചിലവന്മാരുടെ കാഴ്ചപ്പാടുണ്ട്. ഇപ്പം ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ ആ വീട്ടിൽ ഉള്ള അമ്മയും അമ്മേൻ്റെ മോളെയും അല്ല അതിൻ്റെ അമ്മേനെയൊക്കെ വളയ്ക്കാമെന്നുള്ള ചിന്തയോട് നടക്കുന്ന പല നാറികളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവൻ്റെയൊക്കെ ചിന്തകൾ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് വെക്കുന്നതായിരിക്കും. പകൽമാന്യന്മാരായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ളവന്മാർ, അല്ലാത്തവരൊന്നും ആയിരിക്കില്ല. നമ്മളായിരിക്കും ഇങ്ങനെ കുടിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നവന്മാരായിരിക്കും അങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നല്ല. ഭയങ്കര പകൽമാന്യന്മാരായിട്ട് നാട്ടിലെ ഏറ്റവും നല്ല പിള്ളേരായിട്ട് നടക്കുന്നവന്മാരായിരിക്കും ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നടക്കുക.
അവൻ്റെ അമ്മയും അവളെ അമ്മയും അതിൻ്റെ അമ്മേനെയും അതിൻ്റെ മോളെ എല്ലാത്തിനെയും വളയ്ക്കാന്നുള്ള രീതിയിൽ നടക്കുന്ന തെണ്ടികൾ അതും കുറേ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ തെണ്ടികളും ഉണ്ട്. എന്നോട് ചോദിക്കാറുണ്ട്, ഒരാളെന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ആണുങ്ങളെ പറയുന്നത്? കാരണം നിങ്ങൾ ആണുങ്ങളെല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ടാ. നല്ലവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് ചുരുക്കം ചിലരേ ഉള്ളൂ നല്ലത്. ബാക്കി എല്ലാവരും ഒരു പെണ്ണിനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് അപ്പം തന്നെ ചോദിക്കുന്ന ഫോൺ നമ്പർ തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തുടങ്ങും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പിന്നെ വിളിക്കാനും. എന്തെങ്കിലും ഒരു ജസ്റ്റ് പേര് ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കാം കിടന്ന് ശല്യം ചെയ്യുന്നത്. എനിക്കൊക്കെ ഉണ്ടല്ലോ നല്ല കടിച്ചുണ്ട്. ഞാനൊക്കെ മറ്റേ എന്താണ് കുടിച്ച പാൽ വരെ പുറത്തെടുപ്പിച്ച് താഴെ ഇടും. അങ്ങനത്തെ കൂട്ടത്തിലാണ് ഞാൻ. എനിക്ക് ഒരിക്കൽ മാത്രം ഞാൻ പതറിപ്പോയിട്ടുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പരിയാരം പോയപ്പം എനിക്ക് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയാണെന്നല്ല, അതിനകത്ത് എൻ്റെ തിമ്മി 100,000 ഇതുണ്ട്. അങ്ങനെ ഒരിക്കൽ ഞാനിങ്ങനെ പോകുമ്പം എത്രയോ നമ്പറുകൾ പറയുന്നു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓരോരോ നമ്പറുകളാണ് അവിടെ. 5-6 റൂമിൽ പോകും, 18-ആം റൂമിൽ നമ്പറിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരുത്തൻ ഇങ്ങനെ വരികയാണേ, ഇത്ര റൂമിൽ ഇന്ന റൂമിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ അപ്പോൾ ഒരിടത്തേക്ക് വിട്ടു. അപ്പം എൻ്റെ കൂടെ ഒരുത്തൻ ഇങ്ങനെ വരുന്നുണ്ട്. മെഡിക്കൽ റപ്പാന്ന് തോന്നുന്നു, മെഡിക്കൽ റപ്പ് തന്നെ. അപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ അവൻ വരുന്നുണ്ട്. അവൻ എന്നിട്ട് പറയും ഇങ്ങോട്ട് അപ്പം എൻ്റെ വേറെ അവൻ ഡോക്ടറെ കാണാൻ അങ്ങനെ വരുന്നതായിരിക്കുന്നു. ആ നമ്പറിലേക്ക് പോകും, ഇമ്മൻ നമ്പറിൽ എല്ലാം കഴിഞ്ഞു വന്നും ഏറ്റവും റിലാക്സായി ഞാനിങ്ങനെ വന്നു. എല്ലാം അപ്പം അവന് പറയണേ എല്ലാം കഴിഞ്ഞല്ലേ? ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറയില്ലേ നമുക്ക് ഏറ്റവും മുകളിൽ പോയാലോ എന്ന്. ഞാൻ ആദ്യമായിട്ട് പതറിപ്പോയത് അവിടെയാണ്. എനിക്ക് പേടിയും വെപ്രാളവും പരവേശവും അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതുപോലെ ആയിരിക്കാം എല്ലാവരും ഒന്നും. അല്ലെങ്കിൽ ഞാൻ അവനെ ഏറ്റവും മുകളിൽ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ അപ്പം തന്നെ പോലീസുകാരെ മൊത്തം വിളിച്ചു വരുത്തിയാണ്, മനസ്സിലായോ? പക്ഷെ എന്തോ ഞാനന്ന് അവിടെ പതറിപ്പോയി. ഞാൻ അപ്പം തന്നെ പേടിച്ച് ഒളിച്ചു എന്ന് പറഞ്ഞാൽ വേറെ വസ്തുവിടെ വന്നു. ഇവൻ വേറെ വസ്തുവിടെ, ഞാൻ വേറെ വസ്തുവിടെ. എവിടെ നിന്ന് എനിക്ക് ആ പേടി വന്നതെന്ന് പോലും അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പേടിച്ചത് ആ ഒരു ദിവസമായിരിക്കണം, വളർന്നതിന് ശേഷം പേടിച്ചത്. എന്നിട്ട് ഞാൻ ഓടി, എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, അവൾ വേറെ ഓടിയായിരുന്നു. എന്നിട്ട് ഞാൻ ഓടി എൻ്റെ വണ്ടീൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കൈയും കാലും വിറയ്ക്കുന്നു. എന്നിട്ട് ഞാനെന്നിട്ട് അവളോട് റെഡി ഓടി വാ, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. എൻ്റെ വീതം വൈകിയേ വരുള്ളൂ. ഞാൻ പറയടി ഇങ്ങനെ ഒരുത്തൻ ചോദിച്ചടി ഏറ്റവും മുകളിൽ പോകുകയെന്ന് ചോദിച്ചു. ഒന്നാ എനിക്കന്ന് സുഖമില്ലായിരുന്നെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ അതൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് നിങ്ങളടുത്ത് അവിടെ ഇരുന്നവനാ? ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞടി കൈയും കാലം പറയ്ക്കും, നീ വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വണ്ടി ഓടിച്ചു. ഞാൻ ആദ്യമായിട്ട് പതറിപ്പോയത് അങ്ങനെയാണ്. അപ്പോൾ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്, പോയി കഴിഞ്ഞാൽ യവന്മാർ നമ്മളെ തലയിൽ കയറും, മനസ്സിലായോ? പതറിപ്പോവുകയല്ല ചെയ്യേണ്ടത്, യവന്മാരെ വലിച്ചടിച്ച് നിലത്തടിക്കാൻ വേണ്ടേ. അങ്ങനെ വേണം ഓരോ പെണ്ണുങ്ങളും വളരേണ്ടത്, മുന്നേറി വരേണ്ടത്.